മമ്മി ഗൈസ് മീൻ തിന്നാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ. ആദ്യം തന്നെ നമുക്ക് തലവൻ എടുക്കാം. രാത്രിയാണ് കോരുന്നത്. അങ്ങനെ രാത്രി കോരുമ്പോ നല്ല മീനുണ്ട്. നമുക്ക് ഇന്ന് രാത്രിക്കുള്ള ആയി. ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഏറ്റവും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മളിന്ന് നമ്മളെ പുതിയ പേരെ കെട്ടിന്റെ വീഡിയോ കെട്ടിയിട്ട് അപ്പോൾ നമ്മൾ പറഞ്ഞു ആ വീഡിയോസിൽ നമ്മൾ പൊയ്ക്ക് മീൻ പിടിച്ചാൻ പോകുന്നത്. നമ്മള് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയാലേ, ട്രെയിനിൽ പോയി നോക്കിയതാ. പക്ഷെ കുഴപ്പമില്ല. പൊയ്ത വെള്ളമൊക്കെ കഴിച്ച്, അതായത് നമ്മളവിടെ ഡാം ഉണ്ട്, ആ ഡാം തുറന്നിട്ടുകൊണ്ട് തന്നെ മീനുകൾ അത്യാവശ്യം കയറിയിരിക്കുന്നത്. പക്ഷെ നമുക്ക് കുറച്ച് കിട്ടിയിട്ടുള്ളൂ അല്ലേ. നമ്മൾ പോയ ടൈം കുറച്ച് ലേറ്റ് ആയി പോയി. നമ്മൾ ഏകദേശം ഒരു 6:45 മണി ആ ടൈമിലാണ് നമ്മൾ പോയത്. ഇപ്പൊ ഏകദേശം ഒരു 9 മണിയായി നമ്മൾ വന്നപ്പോ. 9:15 കുറച്ചു നേരം ഇട്ടിട്ടുള്ളൂ. അപ്പത്തിന് കുഴപ്പമില്ലാത്ത രീതിയിൽ കിട്ടി. കുഴപ്പമില്ല, അതായത് സമാധാനത്തിന് കിട്ടി. കടി കൊടുക്കല്ലേ, കടി കൊടുക്ക. മമ്മി ഗൈസ് മീൻ തിന്നാൻ വേണ്ടി വെയിറ്റിംഗ് ആണ് ഇവിടെ. എവിടെ ആദ്യം തന്നെ നമുക്ക് തലവൻ എടുക്കാം. പിള്ളിയില് വലുതിനെ വലുതിനെ എടുക്കാം. ആറില്, അതായത് അറിയാത്തവർക്ക് ആണെന്നുണ്ടെങ്കിൽ 6 അറിയുണ്ടാവും. ഒട്ടുമിക്ക എല്ലാ ആൾക്കാർക്കും അറിയുണ്ടാവും. 6 ഇത് പ്രതീക്ഷിക്കാത്ത നേരത്തെ കിട്ടിയതാണ്. വേറെ ആൾക്കാർ അപ്പുറത്ത് കോരിക്കൊണ്ട് കിട്ടും. ഓർക്ക് നല്ലോണം കിട്ടി. അപ്പൊ ഓരോ ടൈമിൽ ഓരോട് എന്തോ ചോദിച്ചു. അപ്പൊ ഞാൻ അത് വല്ല വലിച്ചു നോക്കിയപ്പോ ഇതിൽ കിട്ടി. അതിന് കീറി. പിന്നെ ഇത് ചൂണ്ടല് കുടുങ്ങിയിട്ട് കണ്ടങ്ങള് നമ്മള് കത്തി നമുക്ക് നമ്മള് കത്തി കൊണ്ട് കീറി മുറിച്ചിട്ടാണ്. അത് നല്ലോണം മുണിങ്ങിയ ആള്. നമുക്ക് കോരാൻ പോണട്ടോ. കോരാൻ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം പോലെ മീനെ കിട്ടും. അതിന് ഇവലൊന്നും രാവിലെ അല്ല, ഇവലൊക്കെ രാത്രിയാണ് കോരുന്നത്. അങ്ങനെ രാത്രി കോരുമ്പോ നല്ല മീനുണ്ട്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു വലുതിനെ കിട്ടിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ പേരറിയുന്നുള്ളൂ. കമന്റ് ചെയ്യണേ. വെറൈറ്റി മീന്. നമ്മളെ നാട്ടുകാർക്കൊക്കെ ഇതിന് പേരറിയുള്ളൂ. ഇതെന്ത് സാധനം എന്താ അറിയില്ല. ഇത് വേറെ ഏതോ ഒരു ജീവുണ്ട് കേട്ടോ. ചെറിയ ജീവുണ്ട് കണ്ടോ. വേറെ ഏതൊരു ടൈപ്പ് ഒരു മീന്, ഒരു തിളക്കം പോലെ ഏതൊരു മീന്. നല്ല റിഫ്ലക്ഷൻ അടിച്ചിട്ടുണ്ട്. ഇതാണ് ഗൈസ് ആള്. ഏതാന്ന് അറിയുന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നമുക്ക് അറിയില്ല കേട്ടോ. നമ്മൾ ഈ പൊയമീൻ തിന്നു കേട്ടോ. പൊയമീൻ തിന്നണ എന്താ വെച്ച് കഴിഞ്ഞാല് അതിന്റെ ടേസ്റ്റ് കൊണ്ടാണ്. ഈ കടലത്തെ മീനിന് കിട്ടാത്ത ടേസ്റ്റ് നമ്മളെ പൊയമീന് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഈ നട്ടപ്പാതിരായി കഴിഞ്ഞാൽ നമ്മൾ മീൻ പിടിച്ചാൻ പോകണം. ഈ ചിലയിടത്തെ മീൻ എന്താ അറിയോ, ചിലയിടത്തെ മീൻ ചേർ ചോയ്ക്കും. ഞങ്ങളവിടുത്തെ മീൻ ചേർ ചോയ്ക്കില്ല കേട്ടോ. ചിലയിടത്തെ മീൻ ചേർ ചോയ്ക്കും. ആ പൊയമീനൊക്കെ നിങ്ങൾ കൂട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ടാക്കിയാലും നിങ്ങൾക്ക് വെറുത്തത്. പക്ഷെ നിങ്ങൾ ഈ ഞങ്ങളെ നാട്ടിലത്തെ പൊയമീനെ കുറിച്ച് ഞങ്ങൾക്ക് നല്ലതേ പറയുള്ളൂ. കാരണം ചേർന്ന് കിട്ടില്ല എന്നാണ് ആൾക്ക്. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ട്. ചില സ്ഥലത്ത് ചേർ ചോദിക്കുക. അതാണ് ആൾക്കാർ പറയണേ മീൻ പൊയമീൻ രസമല്ല. അതാണ് അങ്ങനെ പറയുന്നത്. അതാണ് ചേർമീൻ എന്നൊക്കെ ആൾക്കാർ പറയുന്നത്. അത് വേറെയാണ് ചേർമീൻ എന്ന് പറയുന്നത്. ചേറാനൊക്കെ കഴിച്ച് കാണാൻ വലിയ രസം ഉണ്ടെന്നുള്ളൂ. പക്ഷെ തിന്നാൻ വലിയ ഗുണമില്ല. കാണാൻ രസം ഉണ്ടാകണത് തിന്നാൻ കൊള്ളൂലെന്നൊക്കെ അല്ലേ ഉമ്മ ചൊല്ലുള്ളതില്ലേ. ഏതമ്മ ഒരു പാത്രം തിരികെ നിങ്ങളെന്ന് പറയാനൊന്നുമില്ല. ആകെ 2-3 2 ഉപ്പയാണെങ്കിൽ നമുക്ക് ഇന്ന് രാത്രിക്കുള്ളായില്ലേ. സാധനമായി പൊയമീനാണ്. അത് കുറച്ചുള്ളൂ കൈ. ഇത് മതി. നമുക്ക് ഇന്ന് രാത്രിക്കുള്ള ആയി. കോട്ടി എന്ന് പറയുന്ന സാധനം ഇതാണ്. എല്ലാവരോടും കോട്ടി കളിച്ചതല്ലേ എന്നൊക്കെ ചോദിച്ചു. കോട്ടിനെ ശരിക്കും കാട്ടി കൊടുത്തു. ഇതാണ് സാധനം. അതിന്റെ മുള്ളുണ്ടല്ലോ, അത് ഇങ്ങനെ കുത്തത്. നമുക്ക് ഞാൻ ഒരു നല്ല അഭിപ്രായം പറയാം. അതായത് നമുക്ക് നല്ലൊരു കുത്തുവല വാങ്ങിയാലോ, ആപ്പാപ്പൊക്കെ വാങ്ങിയ വൈകി. എന്നിട്ട് വാങ്ങിയാലോ ഒരു വൈകുന്നേരം അങ്ങോട്ട് കൊണ്ടുപോയിടാം. എന്നിട്ട് രാത്രി പോയിട്ട് എടുക്കുക. നമുക്ക് നല്ല മീനുകളും കിട്ടും. അല്ലേ? രാത്രിക്കുള്ള കൂട്ടാനും ഒരു പ്രശ്നമല്ല. നമുക്ക് പൊയമീൻ കിട്ടും. ഇതിന്റെ ഇതിന്റെ തൊലി ഔഷധമാണല്ലേ മമ്മ? ഇതിന്റെ അല്ലടാ, ആർലിന്റെ ഉണ്ടെന്ന് പറഞ്ഞേ. ആർലിന്റെ മണഞ്ഞിലിന്റെ തൊലി ഔഷധമാണ്. എന്തോ ഒരു എന്തിനാണ് എന്തിനാണ് മമ്മ അപ്പൊ അങ്ങനെ പറഞ്ഞു. ശ്വാസം മുട്ടലിന് എന്തിനോ നല്ല മരുന്നാണെന്നാ പറഞ്ഞു. അറിയത്തിൽക്ക് വേണ്ടിട്ടാണ് അങ്ങനെ കേട്ടിട്ടുള്ളൂ. ഈ മീനിനെ പറ്റി എന്തൊക്കെ ചൊല്ലുണ്ടല്ലോ രാത്രി എന്തോ തെങ്ങ് കയറാൻ പോകുന്നോ, പനമ്മ കേറുന്നോ. അത് മനിഞ്ഞില് ഞാനങ്ങനെ കേട്ടിന്. ഇമ്മമ്മ അപ്പാപ്പ ആരാ പറഞ്ഞാണ്. അതായത് കറുത്തമരൊക്കെ കേറുന്നത്. എനിക്കറിയില്ല. പണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞാൽ പറ്റിച്ചീന്. ഞാൻ ഇല്ലതാണോ ഇല്ലാത്തതാണോന്ന് അറിയില്ല. കുത്തിയോ ഉമ്മ ഉണ്ടാക്കി. ഞാൻ
ഈ കോട്ടി സാധനം കൊറേ നേരം സർവൈവ് ചെയ്യും കേട്ടോ. കുളിച്ചാൽ മാത്രം ഞങ്ങൾ മേത്ത് ചളിയൊന്നായിട്ടില്ല. കോട്ടി ഒന്നും ഇപ്പോഴും ചത്തിട്ടില്ല, കാരണം ഇതൊക്കെ കൊറേ നേരം നിക്കും. ആ ഇമ്മക്ക് അറിയാലോ, ഉമ്മ ഉണ്ടായിക്കോളും, ഉമ്മ ഉണ്ടാക്കണ്ട. നമ്മ കൈമ തട്ടിച്ചണ്ട. ഉമ്മ ഗൈസ് കറക്റ്റ് നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് പോയമീൻ ഉണ്ടാക്കേണ്ടത്. നോക്കിയാ പെടക്കണ നോക്കിയാ ചത്തിട്ടില്ല. കോട്ടിയൊക്കെ എത്ര നേരം നിക്കും അറിയോ? നോക്കിയാ 4 കോട്ടിന് ചെന്നപ്പോ കിട്ടിയത്. നോക്കി 4 കോട്ടിന് ചെന്നപ്പോ കിട്ടിയത്. ഇതുവരെ 4 ചത്തിട്ടില്ല. ഞങ്ങള് ചെന്നപ്പോ ചെറുക്കാക്കൊക്കെ അവിടെ വരടുണ്ടായിനി. ഓർക്ക് ഇഷ്ടം പോലെ കിട്ടി, വലിയ വലിയ സാധനങ്ങളെ. നാളെ നമുക്ക് കോരാൻ പോവാ ഗൈസ്. മതി ഉമ്മ നന്നാക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുക എങ്ങനെയാണ്. കൊതുകനോട് ഒരു നമുക്ക് പോകാം. നമുക്ക് പോവാം. നമുക്ക് നോക്കി നോക്കാം. നമ്മളത്തും കൂടുതലൊക്കെ ഉണ്ടല്ലോ. നമ്മള് കൊതുകിനൊക്കെ കുറെ ആക്കിയല്ലോ. നാളത്തെ വീഡിയോ ഒക്കെ കണ്ടവർക്ക് മനസ്സിലായി. നമ്മള് കുറെ ഊപ്പാളൊക്കെ പിടിച്ചോണ്ടില്ലേ. ഊപ്പാളെ പിടിച്ച് ഒരിക്കൽ മീൻ പിടിച്ചാൻ പോയിട്ട് കിട്ടായിട്ട് നമ്മള് മറ്റേ വത്തല് വാങ്ങി കൊടുക്കും. അല്ലാതെ വേറെ മാർഗമില്ല. പൊയമീൻ ആഗ്രഹിച്ചു പോയി, പക്ഷെ കിട്ടിയില്ല. അവസാനം ഞങ്ങള് ബത്തല് മീൻ വാങ്ങി ഗൈസ്. അങ്ങനെയൊക്കെ ഉണ്ടായ ദിവസങ്ങളുണ്ട്. ഈ രാത്രി കോരാൻ പോണം. കാരണം എന്തിനാറിയോ, രാത്രി മീനുകൾ ഉറങ്ങണം. ഒക്കെ സൈഡിൽ വരുന്നുണ്ട്. ചപ്പാത്തി ഉണ്ടാക്കിക്കണേ ആണോ? അതിക്ക് പണിയും പൊരിച്ചാക്കാം. നമ്മൾ ഈ പോയമീൻ നന്നാക്കാനായിട്ട് നമുക്ക് വെണ്ണൂറ് ആവശ്യമാണ്. അത് എന്തിനാണ് ഉമ്മ വെണ്ണൂറ് പറഞ്ഞു കൊടുത്താണ്? കൈ വഹിക്കാതെ ഉമ്മ പറഞ്ഞോളൂ. ഉമ്മ കയ്യേ നമ്മളെ കൈ വഹിക്കാതെക്കാം, ആൾക്കാർക്ക് കാണിച്ചു പോകാതെക്കാം. നല്ല കത്തിയാട്ടോ, മൂർച്ചെല്ലാം പുതിയ കത്തിയാണ്. ഇപ്പൊ ആരില് നന്നാക്കേണ്ടി എങ്ങനെ വെച്ച് കഴിഞ്ഞാല് കണ്ടോളി. നമ്മുടെ തൊലി അതിന്റെ പറിച്ചെടുക്കണ കണ്ടോളി കേട്ടോ. ഓരോരുത്തരും വണ്ടി വരുന്നുണ്ട്. അപ്പോ ഇവിടെ നോക്കടാ, ഒരു കാട്ടി കൊടുത്ത നമുക്ക് തന്നെ ഇവിടെ. ഓ തിന്നാനല്ലടാ, പേടിച്ചാൻ സൈഡിൽ കയറി കൊടുക്കടിയാണ്. നന്നായിട്ട് ഒരു ഭാഗം പൊടിച്ചാൽ ഒരു ഭാഗം പോലും കണ്ടില്ലേ, ഇതിന്റെ തൊലി ഇങ്ങനെ ഇളകി വരും. പറിച്ച് കാണിച്ചു കൊടുത്താണ്. ആ വെണ്ണൂറ് നല്ലോണം ആക്കി, തുള്ളി തുള്ളി തേമ്പാതെ. ഇപ്പടിയൊന്നും മുറിച്ചട്ടെ. ഇതിപ്പോ ആദ്യമായിട്ട് നന്നാക്കണ പോലെ മയക്കണ്ടല്ലോ ഉമ്മ കാട്ടണത്. നല്ലടാ നന്നാക്കിക്ക. ഞാൻ നന്നാക്കണ്ടല്ലോ. ഇത് ഉമ്മ ഇതെന്തൊക്കെയാ കാട്ടാണ്. ആദ്യമായിട്ട് നന്നാക്കണ വായിക്കാൻ നന്നാക്കണേ. ഈ ഫുൾ കൈയൊക്കെ എന്തിനാണ് ഇട്ടിക്കണേ? കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കൊതുകാണ്, ഭയങ്കര കൊതുകാണ്. എന്നിട്ട് നമ്മള് വാസലിൻ തേച്ചു വന്നിട്ട് ഫുൾ കൈ ഷർട്ട് ഇട്ടുന്നിട്ട് ഇവിടെ ഒക്കെ കൊടുക്കിട്ടിട്ടൊക്കെ ഞങ്ങള് പോയിനെ. പോലെ നോക്കിയാ പിന്നെ പോയാ അവിടെ കുറച്ച് ചളി. നമ്മുടെ പണിയായുധം ഏതാന്ന് കാണിച്ചു കൊടുക്കേ. നമ്മളെ ചൂണ്ടല് ഞങ്ങള് നമ്മളെ ഭാഗ്യ ചൂണ്ടല് കാണാല്ലാത്തതുകൊണ്ട് ഞങ്ങള് പോയി വേറെ ചൂണ്ടല് വാങ്ങിക്കണം. അതായത് ഒക്കെ ഇപ്പൊക്കെ ഞങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കൊണ്ടിട്ട് ഞങ്ങൾ ഇവിടെ ചിണ്ടാക്കി. അറിയില്ല. ഇതാണ് കേസ് ഞങ്ങള് വെളിച്ചത്തേക്ക് വെക്കാം. സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ ചൂണ്ടല്. അതെ, ഇത് മോട്ടന്റെ ചൂണ്ടല്, ഇതിന്റെ ചൂണ്ടല്. ഞങ്ങള് രണ്ടാളും ചൂണ്ടലുണ്ടാക്കി. എന്നിട്ട് ഇതും കൊണ്ടുവന്ന് പോയാണ്ട് ഞങ്ങള് ചൂണ്ടലിട്ടു, മീൻ പിടിച്ചു കൊണ്ടുവന്നു. ഇതൊക്കെ തന്നെ നമ്മളെ നാടൻ ചൂണ്ടല്ലേ. നാടൻ ചൂണ്ട, സാധാ ചൂണ്ട. ഇതൊന്നും കിട്ടുന്നുണ്ട് കേട്ടോ. ഉമ്മ കൈസ് അവിടെ മീനിനെ തൊളിച്ചിക്കണമെന്ന് ഞാൻ നോക്കട്ടെ. ആ നിക്കണേ, ഇത് കണ്ട കൈസ് അത് കാണിച്ചു കൊടുത്താൽ ഫുള്ളായിട്ട് കണ്ടേ കൈസ്. ഇങ്ങനെ തൊലി അതിന്റെ ഫുള്ളായിട്ട്. ഇത് എല്ലാ മീൻ്റെ ഇങ്ങനെയല്ല കേട്ടോ. ഈ പാമ്പ് പോലെ നിക്കണ മീനിന്റെ മാത്രം ഇങ്ങനെയാണ്. വലിച്ചിങ്ങനെ എടുക്കല്ലേ പോരും. ആരിലെന്നാണ് ഗൈസ് ഇതിന്റെ പേര്. ഒന്നും കളയാനില്ല, തൊലി പൊളിച്ചു കഴിഞ്ഞാൽ ഒന്നും കളയാനില്ല. ഇതിന്റെ പേര് നിങ്ങളോട് ഇനി എന്താ പേര് പറയലെന്നുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യട്ടോ ഗൈസ്. നമ്മളോട് ആരിൽ എന്നാണ് പറയല്. ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കുമല്ലോ, അങ്ങനല്ലേ വരിക. കൂട്ടി ആ കോട്ടിന് എന്താ മണ്ടക്കൊരു കുത്തുവെക്കാം. അത് ഇപ്പൊ തരും. അത് അതിന്റെ അതിനെ പിടിച്ച് ഈ വെള്ളത്തിലിട്ടോക്ക്. അത് നീന്തി പോണാടാ. വലിയ സാധനം അത് ഈ ബേസിലിടണോ? അതിലും ഇട്ടോക്ക്. ഇത് നമ്മള് നീന്തി പോണ കാണിച്ചു തരട്ടെ. ഈ മീനൊക്കെ എന്തൊക്കെ ഇല്ല, ചത്തിട്ടില്ല, ജീവൻ കണ്ടോ. വെള്ളം കൂട്ടി കൊടുത്തു കഴിഞ്ഞാല് എടാ വേണ്ട, അതിന് ജീവൻ വെച്ചൊന്നൊരു തോന്നല് കൊടുക്കണ്ട. ആണോ? കണ്ടോ, ഇതൊക്കെ ഉണ്ടോ, നീന്തണുണ്ടോ? കൊന്നള കണ്ടോ, ഇതൊക്കെ ഒക്കെ നീന്തും. എടുത്തോളാം. വള്ളം കൊടുത്തിട്ട് കൊന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ.
അതിനല്ലേ ആ ടാങ്കിലെങ്ങനെ ഇട്ടു അതെങ്ങനെ പട്ട വെള്ളം മുക്കുമ്പോ കുത്തിയാലും അത് പോയി. ഇത് കണ്ണി കണ്ട ആൾക്കാരൊന്നും തോന്നുന്ന ആൾക്കാരെ വന്ന് കുത്തൊന്നില്ലേ. അയിറ്റാളെ കാട്ടിയാലേ അയിറ്റാളെ പിടിച്ചാലേ കുത്തുള്ളൂ. അത് കുത്തല്ലേ കൊടയാണ്. ഇത് വലിയ മുള്ള അതുകൊണ്ടൊക്കെ ഒരു കുത്തിട്ടുണ്ടല്ലോ. കൈ നോക്കട്ടമ്മ. പോയ മീൻ ഗൈസ്. പണ്ട് ഞങ്ങളെ ആപ്പാപ്പന്മാര് ചെറിയ ആപ്പാപ്പ കൊണ്ടുവരണ കാണണം പോയ മീനെ. ഞാനൊക്കെ നട്ടപ്പാതിരൊക്കെ ഉറങ്ങാക്കേരോ. നട്ടപ്പാതിരല്ല, അന്ന് 9 മണി 10 മണിയാണ്. നമ്മളൊരു 7 മണി ആകുമ്പോൾ കടന്നുറങ്ങണോ. ആദ്യമാരുടെ പണിയാണ് നേരത്തെ ചോറ് തന്നെ ഉറക്കണേ. കുട്ടികളല്ലേ പിന്നെ പഠിക്കാൻ വേണ്ടിയല്ലേ. എന്നിട്ട് ഞങ്ങൾ ഉറക്കാക്കേരോ. എന്നിട്ട് കണ്ണൊന്നും കാണൂല. പണ്ടത്തെ കാലം പറഞ്ഞാണ്ടല്ലോ, നമ്മളൊരു 9 മണി ആകുമ്പത്തിന് എല്ലാരും കടന്നുറങ്ങുന്ന ടൈം ആയിക്കാരം. ഇപ്പൊ അങ്ങനൊന്നല്ല. ഇപ്പൊ 12 മണി ആയാലും നമ്മൾ ഉറങ്ങലില്ല. സത്യം. അത് എന്താന്ന് നമുക്കറിയില്ല. ഇപ്പൊ കൊറേ സാധനങ്ങൾ വന്നു. പണ്ടാണ് ഈ മൊബൈലും ടി വി ഒന്നും ഇല്ലാനി. ഇപ്പൊ ഈ മൊബൈലും ടി വി ഒക്കെ വന്നോണ്ട് നമ്മളതിന്റെ പിന്നാലെ പോയി. എടാ എന്നിട്ട് എനക്ക് ഓർമ്മ ഉണ്ടോ രാത്രി ആപ്പാപ്പ കൊണ്ടുവരും. ഏകദേശം ആ ടൈം തന്നെ ഒരു കൊണ്ടുവരും. ഞാനൊക്കെ ഭയങ്കര ഉറക്കായി. ഞാനും മോട്ടൊക്കെ നല്ല ഉറക്കായിരുന്നു. എന്നിട്ട് കണ്ണൊന്നും കാണൂല. എന്നിട്ട് പൊക്കി പിടിച്ചാണ്ട് വരും. എന്നിട്ട് ആപ്പാപ്പ വല ഇങ്ങനെ കൊണ്ടുവന്നാണ്ട് വെക്കും. എന്നിട്ട് ആ വലമെന്ന് ഇങ്ങനെ കുടഞ്ഞിങ്ങനെ എടുക്കും ഞങ്ങൾ. ഇത് സ്വർണ്ണ മത്സ്യങ്ങാനുമാണ്. സ്വർണ്ണം അതിന്റെ വാല് നല്ല നീട്ടുള്ളതാണ്. വാലാണ് വാലട് വെട്ടിയോ? അത് ശരി. അതാ വാലല്ലേ ഇതതിന്റെ അല്ലല്ലോ. ഇതിന്റെ വാല് നല്ല വലിപ്പം ഉണ്ടായി. ചോരല്ലേ മീനടാ. തല ഒഴിവാക്കല്ലേ? തല നല്ല തലൊക്കെ വേണം. ഇതിന്റെ തല ഔഷധ ഗുണമുള്ള മീനിന് ആകെ ചെറിയ മീൻ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. ഇതിന്റെ പള്ള മാത്രം കട്ട്. അതൊന്നും കളയണ്ട. നമ്മളെ ഇത് കടൽ മീൻ നന്നാക്കണ മയക്ക. ഇമ്മ ആദ്യമായിട്ടാണ് ഉമ്മ നന്നാക്കണത് പോയ മീന്. അതിന്റെ കാട്ടൊന്നും കളയാനറിയില്ല അമ്മക്ക്. അങ്ങനെ ഒരു കഷ്ടം. ഉമ്മ അതുണ്ടായി കാണി. ഇതിപ്പോ കണ്ണ് പറ്റൂല കത്തി പറ്റൂല. അമ്മമ്മക്ക് രാത്രി കണ്ണാണല്ലേ ഗൈസ്. അതാണ് അമ്മമ്മ അറിയുന്നത്. ഇതുള്ള മീനിന്റെ തലയും പാലും എല്ലാം കഴുത്ത് ഒഴിവാക്കണം. അവസാനം ഉണ്ടായി ഇത്തിരി വലിപ്പല്ലൊരു സാധനം. അങ്ങനെ അതിന്റെ തല ആരിന്റെ തല ഒഴിവാക്കളി ഒഴിവാക്കളി. പകല് പോയിട്ടേ എങ്ങനെ മാമ ഒരു പകല് പോയിട്ടേ മീൻ കൊണ്ടുവന്നാ പിന്നെ കണ്ണാണ പകല് പോയിട്ട് കിട്ടണ്ടേ. കോട്ടിന്റെ തല ഒഴിവാക്കളി. അത് അതിനകത്തൊക്കെ കഴിച്ചു കൊടുത്തു. വേണ്ട തല വേണ്ട. പൂച്ചക്കൂടും കൊടുക്കണം. കുഴിച്ചിട്ടുണ്ടത് തൊട്ടോളം മനുഷ്യനെ പണിയാക്കോ. ഒരു മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇടിക്കുമ്പ എവിടെയാ വലിയ കത്തിമാ? മറ്റേ കത്തി ഇതേപോലത്തെ പിടിച്ച വേണ്ട വേണ്ട. ഞാൻ ഒട്ടും അല്ല ഈ കാട്ടിന് കണ്ടു കഴിഞ്ഞാ പിന്നെ ഒറ്റടിക്കാൻ വെട്ടി അതിനെ പെട്ടെന്ന് കൊല്ലി. അല്ല ഇഞ്ചിന്റെ ആക്കി കൊല്ലല്ലേ. അമ്മ തല ആദ്യം വെട്ടി. ഇത് നേരേക്കിപ്പിച്ച് കൊല്ലുകയാണ്. ആദ്യം കയ്യ് പിന്നെ വാല് ആദ്യം തലണ്ട് വെട്ടി. ഇത് നന്നാക്കണുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇഷ്യൂ വരുമോ? മീൻ നന്നാക്കിയ പ്രശ്നം. അല്ല ജീവല്ല മീൻ എന്തെങ്കിലും കാട്ടിയിട്ടുണ്ട്. ഇങ്ങനെയാണ് മമ്മ നന്നാക്കുക അല്ലേ? കണ്ടോളി പൊന്നാരമ്മ അതിനെ ഈ വെണ്ണീര് കണ്ടിട്ടി. ആകെ 100 എടാ മുട്ട ഉണ്ട്. മുട്ട കളയില്ല അമ്മ. മുട്ട എടുത്തോളി. മാണ്ടടാ മാമൂസല കത്തിയെന്നാണ് മൗണ്ടൻ ഗൈസ് കളത്തേക്ക് ഇറങ്ങിക്കാണ്. തലണ്ട് വെട്ടി ഒഴിവാക്കി ആദ്യം തന്നെ. എന്നിട്ട് നമ്മള് ചെറുകമത്തെ കൊമ്പെടുത്താണ്ട് വെട്ടി ഒഴിവാക്കുക. നമുക്ക് ഇതിനെ പൊടിച്ചുമ്പോ തട്ടണറിയോ? ആ തലന്റെ വിട്ട് ആ കൊമ്പേറ്റ് പിന്നെ അത് നോക്കിക്കൂലല്ലോ. ഇതൊക്കെ കുടിച്ചുമ്പോ കെട്ടിക്കൊണ്ടിട്ടാക്കാട്ടോ കുത്തിയാലേ മീൻ കാട്ടിന് ചത്ത മീനാണതേ. അമ്മ കൈ കിട്ടോ. ചൂണ്ടലുമെന്ന് ഇതിനൊന്നും എടുക്കാനുള്ള പണി. ഈ ആരല് എന്ന് പറഞ്ഞ മീനിനെയാണ് പണി. അത് മുണിങ്ങിയാണ് കൂടി. അതിന്റെ അണ്ണാക്കിലാക്കിയാലും കുടുങ്ങി കിടക്കുക. അതിന്റെ അണ്ണാക്കിന്ന് ഉമ്മമാന്റെ തൊണ്ടന്റെ ഇവിടെ തൊട്ടാണ് അവിടേക്കും കുടുങ്ങി കിടക്കുക. അവിടുന്നാണ് ഇതാക്കുക ചെയ്യുക. പിന്നെ അതല്ലടാ എങ്ങനെ മീൻ മുറിച്ചു കത്തിയാളെ കൊണ്ട് കളിയാണ്. ഉമ്മ തരണേ. ഈ മുള്ളിലെ മീനെങ്ങനെ ചൂണ്ടൽ വരികയാണ്. അതൊക്കെ സുഖമാണ്. അയറ്റാളൊക്കെ സുഖമാണ്. അയറ്റാളെ ഈ ആറിൽ പറഞ്ഞാൽ നല്ലോണം മുണിങ്ങിയാണ് കൂട്ടും. അയറ്റാളെ അണ്ണാക്കിലാക്കിയാലും കൊടുക്കുക. പിന്നെ അത് കീറി വേണം എടുക്കാൻ. നിങ്ങളുടെ ചുണ്ടല്ലേ ആ ചുണ്ട് കൊണ്ട് ഇറങ്ങി കീപ്പെടുത്ത് ഇറങ്ങുമ്പോഴേ അതാണ് പറഞ്ഞേ.
കഴിഞ്ഞില്ലേ ആകാ ചെറുതും കൂടി ഉള്ളു, ചെറിയ കോട്ടിയും കൂടി. പോയ മീൻ നന്നാക്കാൻ വലിയ പണിയൊന്നുമില്ല. അതായത് പകുതി കൂടുതലും അതിനെ ക്ലീൻ ആക്കേണ്ടി ഒന്നും വരില്ല. നമ്മളെ മറ്റേ ഈ മീനിന്റെ മൈക്ക് തലയും ഇതൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല. വെണ്ണൂറ് എടുക്കുക, 2 കൈമാക്ക. അത് ഏറ്റവും സുഖമുള്ള മാർഗം എന്താ അറിയോ? നമ്മളെ അലക്ക് കല്ലില്ലേ ഗൈസ്, അലക്ക് കല്ലുമ്പോ നമ്മൾ വെണ്ണൂറ ഇട്ടിട്ട് നല്ലോണം അരുതുക. അതാണ് നമ്മളെ പണ്ടത്തെ പരിപാടി. അതാകുമ്പോ ഈ ക്ലീനിങ്ങിന്റെ ആവശ്യം വരില്ല. ഇതെന്താ പറയുക, കുറച്ചായതുകൊണ്ടാണ് നമ്മൾ ആ പരിപാടി കിക്കാത്ത. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇനി മഴക്കാലാണ് വരാൻ പോണത്. ഇനി നമ്മൾ കറക്റ്റ് എങ്ങനെയാണ് കറക്റ്റ് കാണിച്ചു കൊടുക്കുക. ഉമ്മ എന്താ പറഞ്ഞേ? ഇപ്പഴല്ലേ ഇപ്പൊ മീനം കിട്ടാത്ത. അണ്ടിക്കൊക്കെ മീൻ പിടിച്ചു വന്നാലേ ഒറ്റയ്ക്ക് ഞാൻ കുത്തിന്ന് നന്നാക്കല്. അതന്നെ പറഞ്ഞേ, ആ പാപ്പൊക്കെ എല്ലാ ടൈമില് ആ പാപ്പ കൊണ്ടൊരു ഇഷ്ടം പോലെ വലമെന്ന് ഇങ്ങനെ വേർത്തിരിക്കും. അതിനെ കൈകൊണ്ട് വെറുതെ പിടിച്ചാ തിന്നൂല. എന്തിനാ അതിനെടുത്തത്? വെറുതെ കടന്നോട്ടെ. ഞാൻ അവിടെ ഇങ്ങനെ കണി അപ്പൊ കൈകൊണ്ട് ഇങ്ങനെ എടുത്തിട്ട് തോന്നിട്ടു. എടാ കൈകൊണ്ട് പിടിച്ചാൻ പറ്റിയ ഇഷ്ടം പോലെ ഉണ്ടായിനി. പക്ഷെ എന്താ അറിയോ, അയറ്റാളെ മേത്തട്ടിയാണ്ട് എനിക്കൊരു ഇത് കിട്ടുന്നില്ല. നമുക്ക് എന്തെങ്കിലും കുത്താൻ എന്തെങ്കിലും കമ്പി എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കുത്തിരി കഴിഞ്ഞ് ഒരു കല്ലാങ്കരി കണ്ട ഇത്ര എളുപ്പമല്ല ഒരു കല്ലാങ്കരി ഒക്കെ ഉണ്ടായിനി. ഒക്കെ മിസ്സായി. അത് ഞാൻ കൈ കൊണ്ട് പിടിച്ചാൽ നോക്കണേ. ഒക്കെ വായിറ്റാൾ വളത്തിന്റെ സൈഡിൽ ഇങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ കൈ ഇങ്ങനെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് പോകും. എന്തെങ്കിലും ഒന്നിങ്ങനെ കുത്തി പിടിച്ചാ നമ്മള് 6 വെട്ടി മുറിച്ചാൽ മതി പോവാണ്. ഇത്രക്കും വലുപ്പം 6 നമ്മള് വെട്ടി മുറിച്ചാൽ. ഇതോ ഇതുകൊണ്ട് എങ്ങനെയാ കിട്ടൂല. നമ്മള് കണ്ടാക്കി കണ്ടോ കൊറേ മീനായില്ലേ? ഇത് രണ്ടുണ്ടോ അല്ലേ? അതൊക്കെ കട്ട് ചെയ്യണില്ല. അതൊക്കെ അങ്ങനെ തന്നെ. ഇനി ഉണ്ടാക്കണ രീതിയാണ് കാണിച്ചു കൊടുക്കും. നമ്മള് മസാല തേച്ച് കണ്ടത് പൊരിച്ചോ. അതിനെ കാട്ടി ഇത് കെഗണ്ടേ എടുത്തൊക്കെ വേണം. മീൻ കല്ലുമട്ട എടുത്തണോ? ഒന്ന് ഇതാക്കണ്ടേ. ക്ലീൻ ചെയ്യാം. മീനല്ലേ ക്ലീൻ ചെയ്യാം. എവിടെ ടോർച്ച് കൊണ്ടുവരാം. വെല്ലടി പഴുപ്പ് കത്തിച്ചെടുത്തൊന്നും ആവില്ല. രാസ്മക്ക് ഉള്ളു. കൊണ്ടുകഴിഞ്ഞാ അതിന് വന്നോളും. ബാ അപ്പൊ ഉമ്മ എല്ലാം ടോർച്ച് എടുത്തോണ്ടേത്. ഞാൻ വന്നിരിക്കുന്ന ചോദിച്ചാ എന്താ അറിയോ, പണ്ട് നമ്മളവിടെ നല്ല ടോർച്ച് കൊണ്ടുപോയിക്കാണ്ട് കളഞ്ഞു പോകുന്നില്ല. ഇതല്ലേ നിങ്ങൾ രണ്ടാളും ഇതല്ലേ? അല്ലമ്മ ഇവിടെ മീൻ പൊരിച്ച ചട്ടി ആർക്കും അറിയില്ല. ഇപ്പൊ ഇത് ഇന്നും പാടെ ഉണക്കിയ മീൻ പൊരിച്ചിട്ടുള്ളൂ. അപ്പൊ ഇതിന് ചട്ടി അതൊന്നും കൊണ്ടേക്കോളി കൊണ്ടേക്കോളി. ഞാൻ ഈ തല ആദ്യം വെച്ചറിയട്ടെ ദൂരക്ക്. ഈ ഇവിടെ എല്ലാ ചങ്ങായിമാർക്ക് കിട്ടാതൊക്കെ പിന്നെ നമ്മളെ തോട്ടത്തിൽ തന്നെ ഇട്ടാളെ. നമുക്ക് തന്നെ ആവശ്യം വരും. അല്ല ചത്തിട്ടുണ്ടാവൂലേ? ഇല്ല, ജീവനുണ്ട്. ജീവന്റെ അത് കഴിച്ച് മണ്ണിരയാണ്. നമ്മളെ തൊടുന്ന തന്നെ നമ്മള് പിടിക്കും. എന്നിട്ട് ബാക്കി വരുന്ന പുയരാളെ, അതായത് മണ്ണിര തന്നെ നമ്മൾ ഇവിടെ തന്നെ ഇടും. കാരണം നമുക്ക് തന്നെ അതിന് ആവശ്യമുണ്ട്. ഇങ്ങനെ നാളെ നമുക്ക് തന്നെ ആവശ്യം ഉണ്ടായിട്ടാളെ. പേടിയാണ് ഈ നമ്മള് പുടിച്ചുമ്പോ ഇങ്ങനെ പെടയൂല കജിക്ക്. അപ്പൊ പാമ്പ് കത്തുന്നത്. ഈ 4 ഇത് നന്നാക്കാനാണ് ഇത്രയും കത്തി. നമ്മൾ കാണണം ഗൈസ്, ഈ ആകെ 4 മീൻ നന്നാക്കാന് 4 കത്തി. ഉമ്മമാരുടെ പണിയൊക്കെ വരും. ഓരോ മീനും ഓരോ കത്തി. എന്താണ് കഴിച്ച് നമ്മളെ അലക്ക് കല്ല്. ഞാൻ ഇമ്മട്ടേണ്ട കൈ നോക്കട്ടോ. ഇത് മുപ്പ അലക്കലൊന്നും ഇല്ല കേട്ടോ. അതൊക്കെ നിർത്തിക്കണം ഇവിടുന്ന് അലക്കല്. വാഷിംഗ് മെഷീൻ ഉണ്ടായോണ്ടേ. പിന്നെ എന്റെ ഒക്കെ പിന്നെ കുത്തിപ്പിച്ചല് ഇത് വന്നല്ലേ. അതിന്റെ കുത്തിപ്പിയലുണ്ടോ? വെറുതെ അല്ല ഇന്നത്തെ നറമ്പോണേ. കുത്തിപ്പിയലൊന്നും ചെയ്യരുത്. ഇങ്ങനെ കുലുകുലു അറിയും. ഇത് മച്ചിങ്ങനെ കുലുകുലു അറിയാല്ല. അതിന്റെ ഇത് പോണോ, ചേള പോള പോണോ? അങ്ങനെ കളയണം. അപ്പോഴേ അതിന്റെ ഇത് ഇട്ടുള്ളൂ. അതിന്റെ ബാക്കിയുടെ അത് കൊല്ലം പാടെ ഇട്ടോ ഒതിക്കളിന്റെ അമ്മ. ഓരോന്ന് എടുത്തു നിങ്ങളെ മെച്ചം. അതിന് മാത്രം ഒന്നും ഇല്ലടാ. അതാ പറഞ്ഞത്. അങ്ങനെ അപ്പൊ പെട്ടെന്ന് കഴിയട്ടെ. ഇതൊക്കെയാണ് അതിന്റെ ചെളുക്ക പോണത് കേട്ടോ. പിന്നെ അതിനൊരു കൊഴുപ്പുണ്ടാവും.
ആ കൊഴുപ്പാണ് പോകും അല്ലേ? അതിലാ കണ്ണാഞ്ചൂട്ടന്റെ ബാക്കി അതിന് കളഞ്ഞോ? പോയിക്കോട്ടെ. പോയോ? ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട് ഇവിടെ ഉണ്ട്. അത് കണ്ണിട്ടാക്കാൻ ഞാൻ ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചതാ. കണ്ണ് കണ്ടടെ കണ്ടോ? ഇത് കണ്ടോ? ഒരു കൊഴുത്ത വെള്ളം കണ്ടോ അവിടെ? അതാണ് മീൻ കഴുകി വെള്ളം. ആ വെള്ളം അത് ആ കൊഴുപ്പുണ്ട് ഇതുമെന്ന് കളയണം. ഈ മുജ്ജിന്റെ ഒക്കെ ടാസ്ക്. മുജ്ജൊന്നും ഒരു കോണമല്ല തിന്നാനൊരു രസമല്ല, പക്ഷെ നന്നാക്കണെന്നുണ്ടെങ്കിൽ ഭയങ്കര ചൊടലിയാണ്. എന്താണത് ഇങ്ങനെ ബൗക്കിങ് കൊണ്ട് ഇങ്ങനെ മുജ്ജ് പറഞ്ഞു കഴിഞ്ഞാൽ മുഷി എന്നൊക്കെ പറയില്ല ആ സാധനം. അറിയില്ല. എന്താ നീറ്റോക്ക് കഴിഞ്ഞു. ഇത്ര പണിയോടില്ലേ നമ്മളെ മീൻ കഴിക്കണേ? പരിപാടി എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മസാല കൂട്ടലല്ലേ മഞ്ഞ പരിപാടി. മസാല കൂട്ടാ, എന്നിട്ട് ഇങ്ങനെ ചട്ടിയിലിടാ, വറക്കാം, കഴിക്കാം, എന്നിട്ട് ചോറിൻ്റെ ഒപ്പം കൂടി തന്നെ പരിപാടി. ഞാൻ പിന്നെ പറഞ്ഞു മോർക്കോളെ കത്തിയൊക്കെ പൂച്ചയും പത്തിയൊക്കെ ഏറ്റും അവരെ കത്തി ഒന്ന് പിന്നെ എന്നാ ഒന്നുകാണ്ട് നക്കിയാ ചിന്താണ് മുറിഞ്ഞാണ് പോകും. അപ്പൊ ഇങ്ങനെ നക്കൂലല്ലോ. ഓരോരുത്തരും വണ്ടി കളിച്ചിരുന്നത് എന്താ? രണ്ടെണ്ണം ഭയങ്കര കളിയാണ്. ഇവിടെ കണ്ടില്ലേ മീനെ? വേണ്ട, കളിയാണ് കഴിച്ച് കളി ഭയങ്കര കളിയാണ്. വണ്ടി കളിച്ചില്ല. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ പറഞ്ഞു പിടിക്കുമ്പോ ആദ്യം കുറച്ച് മുളക് പൊടി എവിടെ കുറച്ചിട്ടിക്കണ് മതി. എന്നിട്ട് അടുത്തത് മല്ലിപ്പൊടി. മല്ലിപ്പൊടി അത് മഞ്ഞൾപ്പൊടി അല്ലേ? മഞ്ഞൾ പൊടി. എന്നിട്ട് മല്ലിപ്പൊടി ആയിരുന്നു. മല്ലി മഞ്ഞളൊക്കെ കിട്ടിയത് രസം ഉപ്പും. ഉപ്പ്. ഈ മൂന്ന് ഇത് മതിയോ? പൊയമീന് കേസ് ഈ ഒരു 3 സാധനങ്ങൾ മതി എന്നാ പറഞ്ഞേ. അമ്മമ്മേ ഗ്യാസ് മേലെ ഇതാക്കണേ. എന്താ അവിടെ കാട്ടണേ? കളി 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 കളിയോ? എന്നിട്ട് കൊട്ടയിലിട്ട് വെച്ചിക്കണ കേസ്. കളി കൊണ്ട് എന്തൊക്കെ ഇതുകൊണ്ടേ ആകെ 2 മസാല ഇട്ടുള്ളല്ലോ. അതായത് മഞ്ഞപ്പൊടി, മുളക് പൊടി, ലേശം ഉപ്പ്. അതിനുള്ളൂ. ഇപ്പൊ കണ്ടോ ആളിവിടെ സെറ്റ് ആയിക്കുണ്ട്. ഇനി ആളെ പൊരിച്ച അല്ലേ? കുറച്ച് ഓയിലാണ് പാര. ഓയിൽ എണ്ണ അമ്മ? ഓയിലാണ് പാര. എന്നിട്ടുണ്ട് പൊരിച്ചല്ലേ? കരിയേപ്പിന്റെ വേണം അല്ലേ? ഓയിൽ ഇനി കഴിച്ച് നമ്മള് ചൂടാവണ വരെ വെയിറ്റ് ചെയ്യാം. ചൂടായി വരുന്നുണ്ടോ? ഉണ്ട്. ഇത് റെഡി. അതിലിട്ട് മൂടി 2 പണി അങ്ങനെ രണ്ടാളും നന്നായി നമ്മള് ചട്ടി ചൂടായി കഴിഞ്ഞതിന് ശേഷം, എണ്ണ ചൂടായി കഴിഞ്ഞതിന് ശേഷം കരിവേപ്പിന്റെ ഇടാം. ആ കരിവേപ്പിലയിൽ ഇത് ഇവിടെ അവിടുന്ന് അടി. ഇനി നമ്മള് ഓരോ മീനിന്റെ പീസുകൾ എടുത്താണ്ട് ഇതിലിങ്ങനെ വെച്ച് കൊടുക്കും. കാണാൻ തന്നെ എന്ത് ഭംഗി ഗൈസ്, കണ്ടോ? കൊറേ നേരം നമ്മള് മസാല പിടിച്ചാൽ മതി. നമ്മള് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിങ്ങോട്ട് വേഗുമ്പോണ്ടല്ലോ ഇത് ചൂടുള്ളൂ. പൊയമീൻ അങ്ങനെ ഒരു ഇതുണ്ട്. ചൂടുള്ളല്ലേ? നല്ലൊരു മണം വരുന്നുണ്ട്. ജീവൻ വെക്കുന്നുണ്ട്. ആഹാ കണ്ടോ ചുരുള് നോക്കിയാ? കോട്ടിയാണ് മെയിനായിട്ട് അതിന്റെ ആള്. നല്ലൊരു മണം വരുന്നുണ്ട്. ഒരു മണാണ് നമുക്ക് ഇഷ്ടം. അതെ, പൊരിയണ ഒരു മണം. കത്തിയൊക്കെ മുറ്റത്താണ്. ഒരു മീൻ നന്നാക്കാൻ 4 കത്തിയെടുത്തീനെ, അതുകൊണ്ടാണത്. ഇപ്പൊ എന്തിനാ നോക്കിയാ വളഞ്ഞുത്തിക്കണ നോക്കിയാ? ഒരു കോട്ടി കേട്ടോ. എന്താ ലുക്ക് ഗൈസ്. ഒരു മണം ഇങ്ങനെ വരുന്നുണ്ട്. ഇനി ഇതിങ്ങനെ 2 സൈഡ് ഇങ്ങനെ വെന്തിട്ട് ചോറിൻ്റെ ഒപ്പം കൂട്ടിയാണ് ഇങ്ങനെ തിന്നണം. അതിന്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെ. പൊയമീന്റെ ടേസ്റ്റ് അതന്നെ പറഞ്ഞേ. ഒക്കെ റാവായിക്കണ്.
എടുത്തു കൊണ്ടുവരുന്നത്. കൈ അല്ല, ഇതൊന്നല്ല ഇതാക്കണ്ടിയമ്മ. അതിന് മാങ്ങിയിരുന്ന വേറെ ഇതുണ്ട്. വേറെ ഇതല്ലേ ഇപ്പൊ ഒന്നും മാങ്ങണ്ടോ. അപ്പൊ അങ്ങനെ വെക്കാം. നമ്മള് മറ്റേ മീൻ പറഞ്ഞില്ല, മറ്റേ മീനാണ് ഇത്. ഇത് നിക്കണ കോല നോക്കിയാ ഇങ്ങനെ മോൾക്ക് കണ്ടോ ഒടിഞ്ഞു തീക്കണേ ആ മീനൊക്കെ. നല്ലൊരു മണം വരുന്നുണ്ടല്ലേ. ഈ മണം കൂട്ടിയിട്ടുണ്ടെങ്കിൽ കഴിച്ച് നമുക്ക് 4-5 ചോറ് കഴിക്കാം. അതെ, പൊയമീന്റെ മണം. ഇനി കഴിച്ച് നമ്മള് നിങ്ങൾക്ക് ഇങ്ങനെ കൊതി വരണം, എന്നിട്ട് നിങ്ങൾ ഇത് ട്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ നിങ്ങളോട് പറയുന്നത്. പൊയമീൻ കൂട്ടാത്തവരോട് പ്രത്യേകിച്ച് അടിപൊളി സാധനം അല്ലേ. സെറ്റായി വരട്ടെ. ഓല അടി തന്നെ കൂട്ടണേ. ഓൽക്കിന്റെ പരിപാടി എന്താ? എവിടെ 2 പുറത്തേക്ക് ഇറങ്ങിയോ? വണ്ടി കളിച്ചാ തന്നെയല്ല പരിപാടി. പോയി അതാ വിറ്റ് ഒരാളെ ഇത് കടക്കും. അപ്പൊ മറ്റോ കേറുന്നു തോണ്ടും. ഇപ്പൊ ഈറ്റാളെ 2 നമ്മളെ പുതിയ പെരീക്ക് കൊണ്ടുപോകുമ്പോൾ ഈ കാരം കോമഡി ആകെ അന്താളിപ്പേക്കാരം. ഏത് രാജ്യത്ത് എത്തിയെന്നല്ലേ. റൂമിലിട്ട് കണ്ട് തീറ്റയും കൊടുത്ത് അതിന്റെ ഉള്ളിൽ വാതിലടക്കുക. ഒന്ന് പരിചയം എങ്ങനെ പീറ്റാളെ കൊണ്ടുപോവാ? അതെടുത്ത് കൊണ്ടുപോവാ തന്നെ തന്നെ. അപ്പൊ ഇവിടെ ചാത്തമുണ്ട് എന്തല്ലേ കൊച്ചി കൊച്ചി കൊച്ചി. അല്ല എവിടെയൊക്കെ അല്ല ഇപ്പൊ പറയുന്നത് കേറി ചെല്ലണേ പറയുമ്പോ എന്റെ മനസ്സിങ്ങനെ വല്ല ചളി വിളി അവിടെ ചടുമ്പോ ആൾക്കാർ എത്തും തോന്നുന്നുണ്ട്. അതൊന്നല്ല, എക്സ്പെക്ടേഷൻ വേറെ വേറെ. ഇത് ഇളക്കാനായോ? കരിയരുത് കേട്ടോ. ആദ്യമേ നമ്മൾ പൊയമീൻ കൊണ്ടുവന്നിട്ട് കരിയിച്ചാൻ പാടില്ല. ഉമ്മ അറിയണ്ടേ നാളെ കൊണ്ടുപോയിട്ട് ഉമ്മമാനെ പെരട്ടും കാണിക്കണമെന്ന്. അത് കൊണ്ടാവത്തിന്റെ കാരണം എന്താ അറിയോ? ഇപ്പൊ നിങ്ങള് കണ്ടു കഴിഞ്ഞാൽ ആകെ കോട്ടരുമീൻ അത് സാരില്ലെന്നല്ല, ആകെ നിക്കാണ്. അപ്പൊ നമ്മളൊരു പുതിയ പെരിക്ക് കയറുമ്പോ ഒരു നമുക്ക് മനസ്സിനൊരു എന്നുള്ളത് വരരുത്. അപ്പൊ ഒന്ന് ഫുള്ളായിട്ട് നീറ്റ് ആക്കിയിട്ട് പെല്ലാണ് കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് അതാണ് കൊച്ചി കൊച്ചി. ഏത് ഭാഗാന്ന് വെച്ച് കഴിഞ്ഞാല് ആപ്പാപ്പാന്റെ ഭാഗമൊന്നുമല്ല, വേറെ ഭാഗം. സുൽത്താൻപടി ഭാഗം. സുൽത്താൻപടി ഭാഗം. പോയിട്ട് എന്നാ പിന്നെ സ്ഥലം പറഞ്ഞ പോലെ പറഞ്ഞുതരാം. അക്കെ ഞങ്ങള് നാളെ കണ്ടോടി. നാളല്ല ഇൻഷാല്ലാ. ഞാൻ പറഞ്ഞതാ അക്ക ഇൻഷാല്ലാ ശരിയാക്കി തരാം. ഒന്നിപ്പോ മുണ്ടണ്ടപ്പം നമുക്ക് മരത്തിട്ട് കൊടുക്കാൻ ടൈം ആയ പോലെ അറിയില്ല. ഉമ്മ അടി കൊളിഞ്ഞാക്കിയാണ് കരിഞ്ഞു കളയണ്ട. ഉമ്മ എടുക്കാം. ഉമ്മ കടക്കാറാണ് പോയി, സ്കീം ഇട്ടാണ് പോയി. ചോറ് കഴിച്ചോ? ചോറ് കഴിച്ചോ? ഉമ്മ നേരത്തെ ചോറ് വെച്ചു. ഉമ്മക്ക് മനസ്സിലായി ഒന്നും നമുക്ക് മീൻ കിട്ടൂല, അതുകൊണ്ടാക്കിയാണ് നേരത്തെ പോയിട്ട് ചോറ് ചെയ്യും. നമ്മളെ കൊളുത്തൊക്കെയാ എന്തൊക്കെയാ മറ്റേ കൊളുത്താണത്. ചെറിയ എടുത്തച്ചളാ. അവിടെ വെക്കണ്ട, കിട്ടോ കിട്ടണോടത്ത് വെച്ചളാ. മറക്കരുത് കേട്ടോ. ഇനി വീട് എടുത്ത് നോക്കിയാ പോരെ. അതൊന്ന് താമസമുണ്ട് ഇത് വെള്ളം വേണ്ടിട്ട്. അപ്പത്തിന് ഉമ്മ കത്തിയൊക്കെ ഒന്ന് കേക്കിയട്ടെ. നമുക്കറിയില്ല ഇതിന്റെ എങ്ങനെ ഇത് നമ്മളിത് തിന്നാം. പൊയമീൻ തിന്നാൻ നമ്മളുണ്ടാവും. വെക്കണം വെക്കണം. ഇന്ന് അതിൻ്റെ കൂടെ കിടക്കുക. ഉമ്മമാന്റെ റൂമ് ഇനി തൊട്ട് ഉമ്മമാക്ക് വലിയ റൂം കഴിക്കാനും കഴിച്ചു. അതായത് നമ്മളെ പുതിയ പെരിയില് അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ട്. അതെ അല്ലേ? അറ്റാച്ച്ഡ് ബാത്റൂം പേരുടെ ഉള്ളിൽ തന്നെ പുറത്തുണ്ട്, പക്ഷെ പുറത്തുനിന്ന് യൂസ് ചെയ്യണ്ട, വൃത്തിയൊന്നും ഇല്ല. അല്ലാതെ എല്ലാവർക്കും ഓരോറ്റ ബാത്റൂം യൂസ് ചെയ്യും. ഇവിടെ നമ്മളെ അങ്ങനെ തന്നെ അല്ലേ? അതന്നെ. അതൊന്നും ബുദ്ധിമുട്ടില്ല. എന്താണാവോ മീൻ മാണെന്നാക്കിയല്ലേ? ഇപ്പൊ തരാറേ ആരാറിനപ്പനോ ഓളാവിടുന്ന് മണ്ട അടിച്ചാൻ പൊടിയും. പോയാടുന്നേ കുട്ടി ഇപ്പൊ തന്തയിക്കണ കേസ്. എന്നിട്ട് ഇപ്പോഴും അതിനെ കുട്ടി വിളിച്ചെടുക്ക. കൊണ്ടുവന്നപ്പോ കുട്ടിയാണ്. അത് ഞാൻ സമ്മതിച്ചുതരാം. ഇത് പൂച്ചത്തീറ്റയാണ്. അതെ, ഇഷ്ടം പോലെ പൂച്ചത്തീറ്റ. ഈ പൂച്ചത്തീറ്റ തിന്നുകൊണ്ടാണ് കേട്ടോ. നിങ്ങൾ ഈ നാടൻ പൂച്ചന്റെ കോലാണിത്. അത് മാത്രല്ല അതിപ്പോ
4 ദിവസം തിന്നണേ നാടൻ പൂച്ചന്റെ കോലാണിത്. ഇതൊക്കെ തടിച്ചിട്ട് ഉണ്ടച്ചിട്ട് കണ്ടോ അത് തിന്നിട്ട് മാത്രമൊന്നല്ല അതിന് മുന്നേ എന്താ തിന്നില്ല മൊട്ട മൊട്ടയിലെ സാധനങ്ങളൊക്കെ ആ അതിന് മുമ്പ് ഇങ്ങനെ എല്ലാരും മതി. ഇതിപ്പോ ഒരാഴ്ച അല്ലേ ആയിട്ടുള്ളൂ. അതന്നെ ഒരാഴ്ച കാണുന്നത്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, പൂച്ചയാണോ ജിമ്മിനാണോ അതെ ഞങ്ങളാണ് ജിമ്മിനാണ് അത് പറഞ്ഞാ ഞങ്ങള് മെലിഞ്ഞു ഉണങ്ങി പോവാ, പൂച്ച അവിടെ തടിച്ചുകൂടെ എന്താ എന്താ സംഭവം പറഞ്ഞാ ഞങ്ങളാണ് ജിമ്മിൽ പോണേ നമുക്കാണ് പ്രോട്ടീൻ വേണ്ടി. അതേ അത് ഞങ്ങളോട് അതേ പറഞ്ഞില്ലേ. എന്നിട്ട് ഞങ്ങൾക്കൊന്നും കാണാനല്ലോ കണ്ടോ ഇതിന്റെ കോലം കണ്ടില്ലേ മെലിഞ്ഞില്ലാതെ ഒന്നും കിട്ടലില്ല. ഒരു പൊരിച്ച ചിക്കന്റെ മൈക്കായിട്ടോ. ഇതിന് എത്ര ടൈം എടുക്കുമ്പോ ഒരു വർഷം ചോദിച്ചത് തിന്നാൻ ക്ഷമല്ല കേട്ടോ. അടുപ്പത്ത് ചെയ്യാൻ നമുക്ക് ക്ഷമല്ല, കാരണം അത്രക്കും ടേസ്റ്റ് ആണ്. എന്താ ചപ്പാത്തി തിന്നോൾക്ക് അറിയാം ഞാൻ അത് ചോറ് പോയമീൻ തിന്നോൾക്ക് അറിയാം പോയമീന്റെ ടേസ്റ്റ് എന്താണ്. അതായത് ഞാൻ പറഞ്ഞത് ചേർ ചോയ്ക്കാത്ത മീൻ കേട്ടോ. കുറെ ആൾക്കാരൊക്കെ പോയമീൻ കൂട്ടത്തിന്റെ മെയിൻ പ്രശ്നമാണ് ചേർ ചോയ്ക്കുന്നത് പറഞ്ഞിട്ട്. അവിടുത്തെ മീന് അങ്ങനെയായിരിക്കാം. ചേറില് എന്തായോണ്ട് മുക്ക് കയറി നല്ല മണം. അടിപൊളി. പ്രതീക്ഷിച്ചില്ലല്ലേ കിട്ടുന്നു അല്ലേ? ഞങ്ങൾ തീരെ വെറുതെ പോയി നോക്കിയാ കോട്ടിനെ കിട്ടി, ചെറിയ കോട്ടിനെ. പിന്നെ മറ്റ് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാ. വിചാരിച്ചിട്ട് അനക്കൊന്നുമില്ല, വെറുതെ എടുത്ത് നോക്കിയ പയ്യിലുണ്ട്. വലിയ കുത്തുവല കൊണ്ടുവരിക ഈ തോട്ടിലൊക്കെ. ആ കോഴി ഇഷ്ടം പോലെ കിട്ടണ രാത്രി ആയിക്കൊണ്ടേ ഈ ഉച്ചക്കൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മൊത്തം സെൻട്രലാക്കില്ല, അതായത് ഒരിക്കലും ഭാഗത്ത് രാത്രി ആകുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റാക്ക് കണ്ണാണല്ലോ ഒക്കെ പുല്ലിന്റെ സൈഡിലേക്ക് പോകും. അതാണ് ചെറുക്കാക്കൊക്കെ എന്നിട്ട് ലൈറ്റ് ഇല്ലാതെ ഇങ്ങനെ പോരും. പിന്നെ കോരി കഴിഞ്ഞപ്പോ ലൈറ്റ് അടിച്ചുകൊണ്ടായി വലിയ വലിയ സാധനങ്ങള്. പുടിച്ച് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. നമ്മള് തന്നെയല്ലേ. നിങ്ങൾക്കൊന്നും അത്ര ഇല്ല. നിങ്ങളെ ചെറുപ്പത്തിലെ ഒരു പോലും ഉറങ്ങിയില്ലേ? എന്ത് നിങ്ങൾക്കൊന്നും ആ കാക്കാന്റെ അത്രയും ഇല്ല. അല്ല നമ്മളും വലുതാവൂലേ. നമ്മളും വലുതാവൂലേ, നമ്മളും വലുതായി നാളൊരു നിലയിലേക്ക് എത്തും. ഇവിടുത്തെ കാരണമായിരിക്കും. അങ്ങനെ പറഞ്ഞ നമുക്ക് മറ്റേ കുത്തോല വാങ്ങല്ലേ, കുത്തോല വാങ്ങണം. അനുവിനെന്താ ചപ്പാത്തിയോ ചോറോ? ചപ്പാത്തിയാണ് ചോറ് മതി, കാരണം മീന് നമുക്ക് കുറച്ച് ചോറ് ബാക്കി നമുക്ക് രാത്രി തിന്നാ. പോയമീൻ കഴിച്ച് ചോറും കൂട്ടി തിന്നണ അതിന്റെ ഒരു ടേസ്റ്റ് എന്ന് പറയുന്നത്. ഉമ്മ കഴിച്ച അവിടെ തുമ്മനുണ്ട്, ഇതിന്റെ മണം അടിച്ചിട്ട്. ഇതിന്റെ മണം അടിച്ചിട്ട് അവിടെ തുമ്മനുണ്ട്. എന്താ മമ്മ? അതാ മസാല ഇങ്ങനെ ഇതായി വരുന്നില്ലേ അവനായമ്മ. ഒന്നും ഇങ്ങോട്ട് വേട്ടെ, അത് നല്ല ഉറപ്പില്ലേ. എങ്ങനെയമ്മ പോണം, ടൈം കഴിഞ്ഞു. നോട്ടെ ആ ചോറെടുക്കല്ലേ? പജ്ജന്ന് മാറിക്കളാല് ഇട്ട് ചോട്ടും. ഗൈസ് നമ്മളെ മീൻ പൊരിച്ചലും പരിപാടിയും കഴിഞ്ഞാണ്, ഞാൻ കാട്ടിത്തരാം. ഇതാണ് ഗൈസ് നമ്മളെ പോയമീൻ പൊരിച്ചത്. ഇത് മണറിയോ ഗൈസ്? നല്ല മണല്ലേ? സെറ്റ് ഗൈസ്. നമുക്ക് ഇന്ന് രാത്രിക്കൊക്കെ കൂട്ടാൻ എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാല് മീൻ പൊരിച്ചുണ്ട്, പിന്നെ ഇതെന്താണ് ഉപ്പേരിയോ, പയറുപ്പേരില്ലേ, പേരുണ്ട്, സാമ്പാറുണ്ട്, സാമ്പാറുണ്ട്. ഇതൊക്കെയാണ് ഗൈസ് നമ്മളെ രാത്രിക്കത്തെ ഫുഡിന്റെ കൂട്ടാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് ചിക്കനൊക്കെ മറ്റേ ഇതാക്കിയാണ്ട് ഇതാക്കൂലേ ഈ എണ്ണ കളയല്ലേ, ഈ എണ്ണ ചോറിൽ വാങ്ങണം. ചോറിലിട്ട് കുഴക്കാനുള്ള ടേസ്റ്റാണ് ഗൈസ്. ആ എണ്ണ നല്ല ടേസ്റ്റാണ്. നോക്കിയാ നല്ല മൊരിമൊരി. അതിന് ചോട്ടല്ലേ? അല്ലാ എന്താണ് ആ കട്ട. അതിനങ്ങനത്തെ പോകുന്നില്ല. ഇവിടെ കിടക്കും. അന്തിക്കൊക്കെ കിടക്കുകയാണെങ്കിൽ ചിലപ്പോ ചവിട്ടൂര്. എന്ത് ടേസ്റ്റ് അറിയോ? എല്ലാ സാധനങ്ങളും കൊണ്ടുവച്ചോ? തണുത്തറ കുടിച്ചാണ്. അല്ല പിന്നെ കളയാനായിട്ട് തണുത്തറ എടുക്കും. ഞങ്ങക്ക് ചൂടുവെള്ളം വെരി ഗൈസ്, നമുക്ക് സാധനങ്ങൾ കാണിച്ചു തരാം. ചോറും കാര്യങ്ങളൊക്കെ. ചോറും മമ്മോടെ ഇമ്മ ചട്ടിയോർക്ക് ഇങ്ങോട്ട് ഇടിക്കി, മസാല വരണ്ടല്ലേ, ചട്ടിയോർക്ക് ഇങ്ങോട്ട് ഇടിക്കി. മൊത്തം ഇവിടുന്ന് വടിച്ചെടുത്തോണ്ട് ഞങ്ങള് റിമോട്ടും കാര്യങ്ങളും നമ്മൾ ആദ്യം മാറ്റിക്കാം, മുണ്ട് കാര്യങ്ങളൊക്കെ മാറ്റിക്കാം, ടേബിളുമ്മ സാധനങ്ങൾ മൊത്തം മാറ്റിക്കാം. നമ്മ അങ്ങോട്ട് ഇരുന്നോളി, നീങ്ങി വരി. ഒരു സ്റ്റൂൾ എന്തെങ്കിലും അതെ വെക്കോ. മസാലിന്റെ ആളാരാ മോണ്ടനെ? രണ്ടാൾക്ക് മസാല വേണം. അത് പിടിച്ചാ ചോറ് എടുത്തിട്ടില്ലേ? ചോറ് എടുത്തണ ചോറുണ്ട് ഗൈസ്, ചോറ് ഇതാക്കണ്, സാമ്പാർ ഇവിടെ ഉണ്ട്, എല്ലാ സാധനവും നമ്മൾ കാണിച്ചു തരാം കേട്ടോ. ആദ്യം നമ്മുടെ ഇത് എടുക്കുക, അതായത് പ്ലേറ്റ് നമ്മളിങ്ങനെ എടുക്കുക, എന്നിട്ട് ലേശം ചോറ് ഇങ്ങനെ എടുക്കുക,
അത് അധികം ചോറാവരുത്. ചോറ് കുടിക്കഴിഞ്ഞാൽ ഇതിന്റെ ടേസ്റ്റ് പോകും. അത് ഞാൻ കയ്യിൽ നിന്നിട്ടാട്ടോ. അപ്പോൾ ഇതിങ്ങനെ എടുക്കുക. എന്നിട്ട് ഗൈസ് നമ്മളെ ഈ ഒരു എണ്ണ ഉണ്ടല്ലോ ഇത് ഇങ്ങനെ എടുക്കുക. എനിക്കാണോ? ആ പിന്നെ എനിക്ക് വേണ്ടേ ഒരു മയത്തിലെടുക്ക് ചെയ്. ഞാൻ കുറച്ച് എടുത്തിട്ടുള്ളൂ. മതി 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 എണ്ണം കൂടണം. തുറക്കല്ലേ ആൾക്കാരൊക്കെ വെയിറ്റിംഗ് ആണ്. അപ്പൊ ഗൈസ് ഇത് നമ്മൾ എല്ലാവർക്കും ബാക്കി വെച്ചിക്കണേ. എനിക്ക് നല്ല ഇഷ്ടാ പറ്റണോട് നാട്ടിലേ. ഉമ്മ മകന് ചോറിട്ടു. ഉമ്മ ഓൾറെഡി ചോറുന്നാണ് പിന്നെ നമ്മളെ പെരുക്കാൻ വേണ്ടിട്ട് കുറച്ചുകൂടി ഇട്ടിക്കണല്ലേ മാമ. ആ എന്തായാലും പൊയമീൻ കൊണ്ടുവന്നല്ലേ ഗൈസ്. അപ്പൊ ഒരു ഓളായിക്കോട്ടെ എഴുതിട്ട് ഇത് കണ്ട നമ്മളെ തലക്കാണ് ഓളെന്ന് ആരും പറയരുത്. ഇല്ല നമ്മട് കേറിന്നോളിമ്മ പൊയമീൻ കേറിക്ക്. ഞാൻ ഇവിടെ എവിടെയെല്ലാം ഇരുന്നോണ്ട് അവിടെ കേറിക്ക്. നീങ്കോളി പോട്ടെ ഇരിക്കുമ്മ ഇരിക്ക്. നമ്മള് ഗൈസ് സാധനം പറഞ്ഞുതരാം എന്നിട്ട് ഓരോരുത്തരുടെ റിവ്യൂ എടുക്കാം. ആദ്യം നമുക്ക് ഓരോരുത്തരുടെ റിവ്യൂ എടുക്കാം. നമ്മോട്ട പൊയമീൻ കൂട്ടിയിട്ട് എന്താ അവസ്ഥ എന്ന് പറഞ്ഞു കൊടുക്കുക. പൊയമീനിൽ ലേശം എരിവ് കൂടുതലാണ്. ആണോ? അപ്പത്തിനായിട്ട് കോളാക്കിയോ? ശരി മുളകും പൊടി അതൊന്ന് പറഞ്ഞു തരുമോ? മുളകും പൊടി പുതിയ മുളകും പൊടി അതാണ് പ്രശ്നം. വേഗം ഒഴിവാക്കാം. കുറച്ചിട്ടാ മതി എന്നാലേ ഒന്നായിട്ട് ഇടല്ലോ കേട്ടോ അണ്ണാക്കുള്ളൂ. അതെ നമ്മളിവിടെ എല്ലാരും പറയണ്ട് നിങ്ങൾ എന്തിനാ പീടിന്ന് വാങ്ങണേ മില്ലിന്ന് വാങ്ങിക്കൂടെ. എന്നാ അതിനനുസരിച്ച് എന്നാ കുറച്ചിട്ടോ മുളക്. കാരണം മറ്റു ഓവറാണല്ലോ മോൻ പറഞ്ഞേ. ഓവറാ നല്ല ഓവറാ. മമ്മാനോട് ചോദിച്ചു നോക്ക്. മമ്മ എന്തായി? നല്ല രസമുണ്ട്. രസമുണ്ട്. എരുണ്ടോ? എരിവുണ്ട്. നല്ല എരിവ്. നല്ല എരിവ് നല്ല രസം. ടേസ്റ്റ് നല്ല മതിയാർക്ക് ഇതാക്കിയാണ്. ടേസ്റ്റ് പോയോ? എരിവാണ്. എരുവാ കുഴപ്പമില്ല. അതിന് വേണ്ടി എരിവ്. പൊയമീന്റെ ടേസ്റ്റ് കിട്ടും. അങ്ങനെ ഇതാക്കല്ലേ. എന്നാ പിന്നെ മുളക് പൊടി നന്നായിട്ട് ഇട്ടാ പോരെ. മീൻ വേണ്ടല്ലോ. ഞാനൊരു തുള്ളിയല്ലേ ഇട്ടുള്ളൂ. കളറുണ്ട് കേസ് നല്ല ഉണ്ടാക്കുമ്പോ അതിന്റെ രസത്തിൽ ഉണ്ടാക്കണം. അല്ലെങ്കിൽ എന്തൊരു കാര്യം നല്ലതിൽ വരുമ്പോ ഇജപ്പൊന്നല്ല ഇമ്മയാണ്. ഇമ്മ മുളകാണ് കൂട്ടിട്ട്. ഞാൻ ഒരു കാര്യം പറയാം ഗൈസ്. അതായത് ഞാൻ ഒന്ന് ഷവർമ ഉണ്ടാക്കിയ ടൈം നല്ല രസം ഞാൻ പറഞ്ഞത്. അതെന്തുകൊണ്ട് രസം ഷവർമ ബ്രോസ്റ്റ് ഉണ്ടാക്കിയ ടൈം അല്ല ഉള്ള സാധനം ഉണ്ടാക്കിയിട്ട് കോളാക്കുമ്പോണ്ടല്ലോ. കാരണം നമുക്ക് നല്ല ഇറങ്ങി നമ്മൾ 1/2 മണിക്കൂർ 2.5 മണിക്കൂർ അവിടെ ഒരു ഇരുന്നിട്ടാണ് നമ്മൾ ഈ സാധനം പിടിക്കണത്. അത് നമുക്ക് ഈ തിന്നാൻ പൂതി ഉണ്ടായിട്ടാണ്. നല്ലൊരു മഴ കൊടുത്തു. അതിനാണ് ഞങ്ങളാ മൈ കൊണ്ടിട്ടാണ് അവിടെ ചൂണ്ടിട്ടേ. നോക്കട്ടെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ. ഞാൻ കോസ്റ്റ്യൂം കൂടി മാറ്റില്ല. വന്ന കോലത്തിലാണ്. വെളിച്ചെണ്ണാണ് നിനക്ക് ആദ്യം ഇതൊന്ന് വെളിച്ചെണ്ണെന്ന് വെച്ചാണ് കറി വെച്ച കേസ്. ആദ്യം സാമ്പാർ എടുക്കുക. സാമ്പാർ ഒഴിക്കുക. ഞാൻ കാട്ടിത്തരാം. സാമ്പാർ ലേസം ചട്ടി എനിക്കില്ല. അതിന്റെ ഇതിട്ടോ നീര് ഗ്രേവി എടുക്കുക. അങ്ങനെ എടുത്തിട്ട് അവിടെ വെച്ച് ചട്ടി മസാല രസമുണ്ട് ഗൈസ്. ഇനി നമുക്ക് ആറിലാണോ തോന്നുന്നു. ആലിന്റെ ഇറച്ചി നമുക്ക് കൂട്ടിയാവാം. എരിവിന്റെ കുറച്ച് ഒരു ഇതുണ്ട്. പക്ഷെ ടേസ്റ്റ് ആയിട്ടില്ല. പൊയമീൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ ഗൈസ്. നമുക്ക് കടത്തെ മീനുകളെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇത് വേറെ വേറെ ഞാൻ ആ കുളത്തിലല്ലേ നനഞ്ഞൊത്തിരിക്കല്ലേ. എങ്ങനെയുണ്ട്? അപ്പൊ ഗൈസ് നമ്മുടെ ഇന്നത്തെ പൊയമീന്റെ വ്ലോഗ് നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കാണ്. അപ്പൊ എല്ലാരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഗൈസ്. പൊയമീൻ കിട്ടിയിട്ട് എവിടുന്നേലും വാങ്ങിക്കണമെന്നുള്ളേ. പൊയമീൻ ഗൈസ് അങ്ങനെ വാങ്ങാൻ കിട്ടുമോ നിങ്ങൾക്ക് അറിയില്ല. നല്ല റേറ്റ് കൊടുക്കണം. പൊയമീൻ നല്ല വില കൊടുക്കണം പൊയമീനൊക്കെ. അതാണ് ഇനി വടിച്ചെടുക്കുക തിന്നേച്ചല്ലേ മാമ. ഓക്കെ എന്നാ എല്ലാവർക്കും പറഞ്ഞല്ലേ. എല്ലാവർക്കും അസ്സലാമു അലൈക്കും. ഓക്കെ നമുക്ക് അടുത്ത പ്രാവശ്യം കാണാം.